ചില ദിവസങ്ങളുണ്ടാവില്ലേ നമ്മളെ ലൈഫിൽ ട്വിസ്റ്റുകൾ മാത്രം സംഭവിച്ചൊരു ദിവസം, അങ്ങനെ ഒരു ദിവസമായിരുന്നു അത്. അപ്പോൾ രാവിലെ തന്നെ ആഷിയും ആമിയും വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലോട്ട്. ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിന് കമ്പനി ആയതാണ്. ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ക്ലോസ് സർക്കിളിൽ രണ്ടുപേരാണെന്ന് പറയാം. അപ്പോൾ ആമിക്ക് ഒരു അബാക്കസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ഈവനിങ് ആണ്. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 3/4 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്താണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവരുടെ വന്നിട്ട് ഈവനിങ് എക്സാം ആകുമ്പോൾ പോകാമെന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ആമിയും ആദും ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നവും അവർ വേഗം തന്നെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ആമീനെ വിടുന്നേ ഇല്ലായിരുന്നു ആദു. കാരണം അവൻ അങ്ങനെയല്ലേ കുട്ടികളെയൊക്കെ കാണുന്നുള്ളൂ. കണ്ടോ, അവളെ എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ മേത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു. അവൻ ഉറക്കമില്ല, ഫുഡും വേണ്ട, അങ്ങനെയായിരുന്നു. ടോയ്സൊക്കെ എടുത്തിട്ട് നല്ല കളിയായിരുന്നു. പിന്നെ ഞങ്ങളായാലും 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ടെറസിലൊക്കെ പോയി. അവിടെ നിന്ന് ഇവർ ഒരേ കളിയായിരുന്നു. പിന്നെ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന് മുന്നേ ഒന്ന് മാളിലൊക്കെ പോയി ഒരു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ബോറടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഫുഡെല്ലാം കഴിച്ചു ഇറങ്ങുമ്പോൾ തന്നെ. പക്ഷേ കുറച്ച് ലേറ്റ് ആയിരുന്നു, ഒരു 3 മണിയായിരുന്നു. അവർക്ക് ആക്ച്വലി 4:30-ക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു 1/4 മണിക്കൂറാണെങ്കിൽ 1/4 മണിക്കൂർ മാളിൽ സ്പെൻഡ് ചെയ്യാമെന്ന്. പക്ഷേ പെരിങ്ങൽത്തോടുന്ന് ട്രെയിൻ കിട്ടുമ്പോൾ തന്നെ 3:30 കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ പ്ലാനിങ് ആകെ പൊളിഞ്ഞു. കാരണം അവിടുന്ന് ഹെവി ട്രാഫിക്കായിരുന്നു അങ്ങോട്ടേക്ക്, ഇവർക്ക് എക്സാം നടക്കാൻ പോകേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ച് ഓട്ടോ ആയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവർക്ക് മെട്രോ എടുത്തു. മെട്രോനെ ഇവരെ കയറ്റി വിട്ടു. ആകെ കൂടെ ഒരു ഹറിബറി ദിവസമായിരുന്നു. ഇനി എന്താവും, ആമി എക്സാം അറ്റൻഡ് ചെയ്തോ ഇല്ലയോ, എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്നൊന്നും അറിയാണ്ടുള്ള ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ മോളിൽ നിൽക്കാൻ ഞങ്ങൾക്കൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. അവിടെ ഫുൾ ഇങ്ങനെ റിപ്പബ്ലിക് ഡേൻ്റെ ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മൈൻഡ് ആകെ ഔട്ടായിരുന്നു. ഇനി എന്തായി, അവൾ എക്സാം എഴുതിയോ കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ പറയാം.